പാർട്ടിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലിയാണ് ഇവിടെ നിന്നും ആരംഭിക്കുവാൻ പോകുന്നത്. ചിറ്റൂരപ്പൻ്റെ തിരുനടയിൽ നിന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ലഹരി വിരുദ്ധ റാലി ചേരാനെല്ലൂർ പഞ്ചായത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും താണ്ടി വൈകുന്നേരം 5 മണിക്ക് വിഷ്ണുപുരത്ത് സമാപിക്കുകയാണ്. ഈ ലഹരി വിരുദ്ധ റാലിയിൽ അണിചേരുവാൻ നിങ്ങളേവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ ബെന്നി ജോസഫ്, 2020 പാർട്ടിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും പ്രശസ്ത യൂട്യൂബറും പരിസ്ഥിതി പ്രവർത്തകനും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പച്ചയ്ക്ക് പറയുന്ന ശ്രീ ബെന്നി ജോസഫ്. ഈ സമൂഹത്തിൽ കാണുന്ന എല്ലാ അഴിമതിയും വലിച്ചു കീറി ജനങ്ങളുടെ മുന്നിൽ അതിന്റെ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുന്ന ശ്രീ ബെന്നി ജോസഫാണ് ഇന്ന് ഈ നമ്മുടെ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. ആശംസ തരുന്നതിനായി ഈ നാട്ടിലെ പ്രശസ്ത എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തനവുമായ ചിറ്റൂർ ഗോപി സ്ഥലത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ 2020 സംഘടിപ്പിച്ചിരിക്കുന്ന കഞ്ചാവിനും മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ എതിരെയുള്ള ഒരു ബോധവൽക്കരണവും സമരവും ഞങ്ങൾ ചെയ്യുമ്പോൾ 9 കൊല്ലം കൊണ്ട് ഉറങ്ങിപ്പോയ ഒരു സർക്കാർ ആദ്യമായിട്ടാണല്ലോ തുടർഭരണം കിട്ടുന്നത്. 9 കൊല്ലം ഉറങ്ങിപ്പോയ സർക്കാർ ഈ 10ാം വർഷമാണോ ഇത്രയധികം കഞ്ചാവും മയക്കുമരുന്നും വന്നിട്ട് പിടിക്കാൻ തുടങ്ങിയത്? നമ്മൾ എത്ര നാളായി എറണാകുളത്ത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നും വലിയ വലിയ സിനിമാ നടന്മാരും സിനിമാ പ്രവർത്തകരും കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് ഓടിപ്പോയ കേസൊക്കെ ഓടിത്തന്നെ പോയില്ലേ? ഞാൻ പറയുന്ന രാഷ്ട്രീയം 2020യുടെ രാഷ്ട്രീയം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്. നമ്മുടെ മക്കൾക്കും തലമുറക്കും സ്വസ്ഥവും സമാധാനവുമായി ഐശ്വര്യത്തോടുകൂടി ജീവിക്കാനുള്ള രാഷ്ട്രീയമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പക്ഷെ LDF ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ അത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള പ്രസംഗമാണ്. കോൺഗ്രസ് ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ അത് കോൺഗ്രസുകാരന് വേണ്ടിയുള്ള പ്രസംഗമാണ്. പക്ഷെ 2020 എന്ന പ്രസ്ഥാനവും ബെന്നി ജോസഫോ ചിറ്റൂർ ഗോപിയോ ഒക്കെ പ്രസംഗിക്കുന്നത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മൾക്ക് വളരെ ധൈര്യപൂർവ്വം നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും, പ്രിയ ഭാരതീയരെ എന്ന്. ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ, എനിക്കും ചിറ്റൂർ ഗോപിക്കും പ്രസംഗിക്കാൻ സാധിക്കും, നമ്മൾ ഭാരതീയരെ നിങ്ങൾക്ക് നമസ്കാരം. ഇന്ന് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പ്രിയ ഭാരതീയരെ എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇവിടെ LDFും UDFും BJPയും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും പിന്നെ ക്രിസ്ത്യാനി ഹിന്ദു മുസൽമാൻ അടി വേറെ. ഈ ഭാരതം ഇത്രയധികം ചിന്നിച്ചിതറിപ്പോവാൻ കാരണം നമ്മുടെ ഐക്യകണ്ഠതയെ, നമ്മുടെ ഒരുമയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറഞ്ഞു വരാനുള്ളത്, LDFും UDFും BJPയും ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്, നാടിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ നാട് ഭരിക്കുകയാണെങ്കിൽ 2020യുടെ ആവശ്യമുണ്ടോ? ഇല്ല. 2020യുടെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ 2020യുടെ സാബു എം ജേക്കബ് മുഖ്യമന്ത്രിയാവാനോ മന്ത്രിയാവാനോ ഈ പറയുന്ന ബെന്നി ജോസഫ് നിങ്ങളുടെ എല്ലാം മുമ്പിൽ സാക്ഷ്യമായിട്ട് പറയുന്നു, ഞാൻ ഒരിക്കലും ഒരു MLAയോ MP ആവാനോ ഒരു പഞ്ചായത്ത് മെമ്പർ ആവാൻ പോലും അല്ല ഞാൻ ഇതിന്റെ പുറകെ കൂടിയിരിക്കുന്നത്. നന്മ എവിടെയുണ്ടോ, നന്മ എവിടെ ചെയ്യാൻ സാധിക്കുമോ, മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പറ്റുമോ അവിടെ ക്ഷണിക്കാതെയും പോകും. 2020 സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മയക്കുമരുന്നിനും ലഹരിക്കുമെതിരെയുള്ള റാലിയും ജാഥയും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്, ജയ് 2020. ജനമനസ്സുകളിൽ ഒരു തീക്കനലായി ഉദിച്ചുയർന്നൊരു പ്രസ്ഥാനം 2020. ജനമനസ്സുകളിൽ തീക്കനലായി ഉദിച്ചുയർന്നൊരു പ്രസ്ഥാനം 2020. എന്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനും കിഴക്കമ്പലത്തെ പോലെ
ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ സഹകരണ സംഘങ്ങളെല്ലാം തുടങ്ങി വില കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ എന്തുകൊണ്ട് ഇവിടെ സാധിക്കുന്നില്ല എന്നുള്ള ഞാൻ സൂചിപ്പിക്കേണ്ടായി ഒരു വികസന സെമിനാറിൽ. അപ്പോൾ ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് അവർ ചെയ്യുന്നുണ്ട്. 2020 കിഴക്കമ്പലത്ത് താമസിക്കുന്ന മഹാഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ, അവരെ ഞാൻ തീർച്ചയായിട്ടും മഹാഭാഗ്യവാന്മാരെന്ന് പറയുള്ളൂ. കാരണം എല്ലാ സാധനങ്ങളും അവരുടെ സഹകരണ സ്റ്റോറുകളിൽ നിന്ന് വില കുറച്ച് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് മുൻകൈ എടുക്കുന്നത് 2020 എന്ന് പറയുന്ന സംഘടനയാണ്. അതിനെ കാണാനോ അതിനെ സ്വീകരിക്കാനോ ഉള്ള ഒരു മനസ്സ് നമ്മൾ ഇനിയും രൂപപ്പെടുത്തേണ്ടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ജനത, രാഷ്ട്രീയമല്ല നമുക്കിത് വേണ്ടത്. നമുക്ക് ജീവിക്കാനുള്ള അവകാശം, നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള അവകാശമാണ് നമ്മൾക്ക് വേണ്ടത്. ബെന്നി നേരത്തെ സൂചിപ്പിച്ച മാതിരി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഉപരിയായി നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടനകൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. നമ്മളതിനു വേണ്ടി അവരുടെ പിന്താങ്ങി എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി നല്ല നന്മകൾ ചെയ്യുക എന്നുള്ള നമുക്ക് ലക്ഷ്യം. കിഴക്കമ്പലം പഞ്ചായത്ത് ഗ്യാസിനും ഇലക്ട്രിസിറ്റിക്കെല്ലാം 25% വില കുറച്ചാണ് കൊടുക്കുന്നതെന്ന് സർക്കാർ ചാർജ് ചെയ്യുന്നതിനും 25% വില കുറച്ചാണ് അവർ നൽകുന്നതെന്നാണ് ഇപ്പോൾ ബെന്നി എന്നോട് പറഞ്ഞത്. അദ്ദേഹം ഇതിൻ്റെ അതെ അത് സാബുവിൻ്റെ സ്വന്തം ഫണ്ടിൽ നിന്നല്ല, പഞ്ചായത്തിൻ്റെ നീക്കിയിരിപ്പ് ഫണ്ടിൽ നിന്നാണ് ഇളവ് ചെയ്ത് കൊടുക്കുന്നത്. എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല എന്നുള്ള, ഞാൻ നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരിതിനെക്കുറിച്ച് ആലോചിക്കുക, വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഞാനിതിൽ വേറെ രാഷ്ട്രീയമായിട്ടൊന്നും കാണുന്നില്ല. ഇതിൽ വീടുകളിൽ ദാരിദ്ര്യമകറ്റി സുന്ദര സാഹോദര്യം വളർത്തിടുന്നൊരു പ്രസ്ഥാനം. ആധുനിക സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ അടിമകളാക്കി സ്വന്തം ജീവനെയും ജീവിതത്തെയും നാടിനെയും നാട്ടുകാരെയും നശിപ്പിക്കുന്നു. 2020 ലഹരി വിരുദ്ധ ജാഥ അതിനെ ആശംസയർപ്പിക്കുവാനായി ഫാദർ മാർട്ടിൻ അഴിക്കകത്ത് നിങ്ങളോട് സംസാരിക്കുന്നു. ഞാനിവിടെ 2 വാക്ക് പറയുന്നത്, ഇതൊരു സാമൂഹ്യ വിപത്തിനെതിരെയുള്ള ഒരു വലിയൊരു പോരാട്ടമായതുകൊണ്ട് മാത്രമാണ്. 1987 കെ മധു സംവിധാനം ചെയ്ത 20-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അപ്പോൾ അതിൽ മുഖ്യ കഥാപാത്രമായ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ്, 5 ഡയലോഗുണ്ട്. നാർക്കോട്ടിക്സ് ഈസ് എ ഡേറ്റി ബിസിനസ്. 1987 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 2025 മോഹൻലാലിൻ്റെ തന്നെ എമ്പുരാൻ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മോഹൻലാലിൻ്റെ 5 ഡയലോഗ് നാർക്കോട്ടിക്സ് ഈസ് എ ഡേറ്റി ബിസിനസ് എന്നാണ്. 3.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ ഒരു സാമൂഹ്യ വിപത്ത് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിൻ്റെ പിന്നിൽ ഞാൻ കാണുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളോ കർക്കശമായ നടപടിക്രമങ്ങളോ ഒന്നും നമ്മുടെ സമൂഹത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന പല പത്ര വാർത്തകളൊക്കെ ഇതിന് കാരിയേഴ്സ് ആയിട്ടുള്ള ആളുകളെയാണ് അറസ്റ്റ് ചെയ്യുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ. പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള ഉന്നതന്മാരൊക്കെ നിയമം നൽകുന്ന പഴുത് അതിൻ്റെ പിന്നിലൊക്കെ ഒളിച്ചു കഴിയുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിത് പറയുന്നത്, ഇതിനൊരു ക്യാമ്പയിൻ നടത്തുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ വീടുകളിലാണ് ഇതിനെതിരെയുള്ള ബോധവൽക്കരണം നടക്കേണ്ടത്. സ്വന്തം അപ്പനോ അമ്മയും തീരുമാനിക്കണം, എൻ്റെ മകനോ മകളോ ഈ ഒരു ചതിക്കുഴിയിൽ വീഴാനായിട്ടുള്ള സാഹചര്യങ്ങൾക്കെതിരെ ഞാൻ എൻ്റെ മകനെയും മകളെയും ഞാൻ ബോധവൽക്കരിക്കുമെന്നുള്ള ആ ഒരു നടപടിക്രമത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറണം. അതല്ലാതെ നമ്മൾ വേറെ എന്തൊക്കെ ക്യാമ്പയിനൊക്കെ നടത്തിയാലും ഒരു കുടുംബത്തിൽ ഇതിനുള്ള തീരുമാനങ്ങൾ എടുക്കാതെ ഈ സമൂഹത്തിൽ നമുക്ക് ഇതിനെ തുടച്ചു മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു വലിയൊരു ക്യാമ്പയിനുമായിട്ട് ലഹരിക്കെതിരെ, രാസലഹരിക്കെതിരെ ഒരു ക്യാമ്പയിനുമായിട്ട് ഇവർ വരുമ്പോൾ ഇതൊരു സാമൂഹ്യ വിപത്തിനെതിരെയുള്ള വലിയൊരു പോരാട്ടമാണ്. അതിൽ
ജാതി മതഭേദമന്യേ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാ നാട്ടുകാരും പങ്കുചേർന്നുകൊണ്ട് നമ്മളുടെ ഈ സമൂഹത്തിലെ പുതിയ തലമുറയെ അവർ യാതൊരു വിധത്തിലും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും അവർ വളരരുത്, അവരെ ഇങ്ങനെ മയക്കി കെടുത്തണമെന്നുള്ള ഒരു ഹിഡൻ അജണ്ട ഇതിൻ്റെ പിന്നിൽ സമൂഹത്തിലെ കുറേ ആളുകളുടെ വലിയൊരു ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നല്ലൊരു ബോധ്യങ്ങളുള്ള ഒരു തലമുറ ഈ സമൂഹത്തിൽ ഉണ്ടാകരുത്. അതിനെതിരെയായിരിക്കണം നമ്മുടെ ഈ ഒരു പടപ്പുറപ്പാട്, ഈ ഒരു സംരംഭം ധാരാളം സമൂഹത്തിൽ ഈ ഒരു വിപത്തിനെതിരെയുള്ള വലിയൊരു പോരാട്ടമായിട്ട് മാറട്ടെ. ഈ പരിപാടി നടത്തുന്നവർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. എങ്ങനെയാണ് കേരളത്തിൽ ഈ ലഹരിയുടെ വ്യാപനം ഇന്ന് കൂടുതൽ തീവ്രമായിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഇന്ന് കേരളത്തിന്റെ ഒട്ടുമിക്ക കലാലയങ്ങളിലും ഇന്ന് മദ്യത്തിന്റെയും അതുപോലെ മയക്കുമരുന്നിന്റെയും അതിപ്രസരം എത്രമാത്രം വ്യാപകമായിരിക്കുന്നു എന്നുള്ള നേർക്കാഴ്ച ഈ കഴിഞ്ഞ നാളുകളിൽ പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കി കാണും. കേരളത്തെ ഒട്ടാകെ വേദനിപ്പിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇവിടെ വയനാട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന കുഞ്ഞ് മരിച്ചു വീണപ്പോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മദ്യ മാഫിയയുടെ മദ്യലഹരിയുടെ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് അവരത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുകളാണ് ആ കുഞ്ഞിനെ അരിങ്കൊലയ്ക്കായി ഇവിടെ നൽകപ്പെട്ടത്. മറ്റൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കും. ആലപ്പുഴയില് ഇവിടെ കോട്ടയത്തും നടന്നൊരു സംഭവം. അവിടെയുള്ള കോളേജുകളിൽ, അവിടെയുള്ള നഴ്സിംഗ് കോളേജുകളിൽ നടന്ന റാഗിങ്ങിനെ കുറിച്ച് അവിടെയും രാഷ്ട്രീയ സംഘടനയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അതിലുപരി ആ 4 കുട്ടികൾ ഉപയോഗിച്ച രാസലഹരിയുടെ ആ വീര്യത്തിൽ നിന്നുകൊണ്ട് 2 കുഞ്ഞുങ്ങളെ നിർദ്ദയമായി ദാക്ഷിണ്യമില്ലാതെ റാഗിങ് ചെയ്യപ്പെട്ടപ്പോ അന്ന് കരഞ്ഞത് ഈ കേരളത്തിന്റെ മാതാപിതാക്കളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള 1057 വിദ്യാലയങ്ങളിൽ മയക്കുമരുന്നിന്റെ അതിപ്രസരമുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇവിടെ കടന്നു വന്നപ്പോ കേരളത്തിലെ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞയക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണ് എന്ന്, എങ്ങനെയായിരിക്കുമെന്ന് അത് കരുതി നിങ്ങൾ നിലവിളിക്കുന്ന മാതാപിതാക്കളാണ് ഇന്ന് ഈ കേരള സമൂഹത്തിലുള്ളത്. 25,000 കോടിയോളം രൂപ വരുന്ന മയക്കുമരുന്ന് ഇന്ന് കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ട് ഞാനും നിങ്ങളുമെല്ലാം വായിച്ചു കാണും. ആദ്യം തന്നെ ചേരാനല്ലൂർ നിവാസികൾക്കെല്ലാം തൊഴിലാളി ദിനത്തിന്റെ ആശംസകൾ 2020 പേരിൽ ആശംസിക്കുന്നു. ഈ തൊഴിലാളി ദിനത്തില് ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണമായി 2020 നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് 2020 നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമ്മൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഏത് ദൃശ്യ പത്രമാധ്യമങ്ങൾ നോക്കിയാലും അതിനകത്ത് ഒരു പേജ് അല്ലെങ്കിൽ 1 മണിക്കൂറോളം വാർത്തകൾ കൊടുക്കാനുള്ള സംഭവ വികാസങ്ങളാണ് കേരളത്തില് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത്. അരിക്കടയേക്കാളും കൂടുതൽ
ലഹരി വിൽക്കുന്ന കടകളിലുള്ള കേരളമായി മാറ്റിയിരിക്കുന്നു 9 വർഷം കൊണ്ട് പിണറായി സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ എന്താണ് നേട്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേട്ടം അതാണ്. ലഹരി കൊണ്ട് കേരളത്തെ മുക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഈ കഴിഞ്ഞ 9 വർഷത്തെ ഭരണം കൊണ്ട് പിണറായി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ലഹരി മുക്കുന്ന കേരളത്തെ മാത്രമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പുതിയൊരു വ്യവസായങ്ങൾ കേരളത്തിൽ വന്നിട്ടില്ല. 9 വർഷം മുമ്പ് ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടർ വികസനമല്ലാണ്ട് ഒന്നും പുതിയതായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു 100 യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഒരു സംരംഭം ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഇല്ല. അതുകൊണ്ട് അഭ്യുദയരായ യുവജനങ്ങൾ മുഴുവൻ എങ്ങോട്ട് പോകുന്നു? വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. ആരാ അതിന് ഉത്തരവാദി? ഈ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ്. യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അവർ പഠിച്ചിട്ട് വെറുതെ നിൽക്കുമ്പോൾ അവർ ഈ ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോകുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? ഇന്ന് ഈ സമൂഹത്തെ നയിക്കുന്ന ഈ ഗവൺമെന്റിനാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ഒന്നിച്ച് കൈകോർത്ത് ഈ കേരളത്തെ ഒരു ലഹരിയുടെ ശവപ്പറമ്പാക്കി മാറ്റുമ്പോൾ അതിനെതിരെ പോരാട്ടം നടത്തുവാൻ വേണ്ടി തന്നെയാണ് 2020 പ്രസ്ഥാനത്തിന്റെ തീരുമാനം. ഈ സമൂഹത്തോട് ആത്മാർത്ഥിയുള്ള ഒരു പ്രസ്ഥാനമാണ് 2020. ഈ കേരളത്തില് വികസനത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി, ഈ കേരളത്തിനെ തിരുത്തുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് 2020 പ്രസ്ഥാനം. കുടുംബ വഴക്കുകൾക്കും കൊലപാതകങ്ങൾക്കും വൈകിക്കും മിക്ക കുടുംബത്തിലും യുവാക്കളും കുഞ്ഞുങ്ങൾ വരെ ലഹരിക്കടിമപ്പെട്ട് കുടുംബം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അമ്മമാർ കണ്ണീരൊടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മൾ നാടിനെ രക്ഷിക്കണ്ടേ? ആരുണ്ട് നമ്മളെ രക്ഷിക്കാൻ? ആരും മുന്നോട്ട് വരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് 2020 സർവശക്തിയും പ്രാപിച്ച് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. ഈ യാത്ര ഞങ്ങൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശം ഈ ചേരാനെല്ലൂർ പഞ്ചായത്തിൽ കുടുംബങ്ങളിൽ ഇനിയൊരു ഈ കാര്യത്തിൽ കണ്ണീരൊഴുകരുത്, വിലപിക്കരുത്. അതിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവാക്കൾ മാത്രമല്ല മുതിർന്നവർ പോലും ഇന്ന് ഈ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഞങ്ങളുടെ കൂടെ പ്രിയപ്പെട്ട ഈ ചേരാനെല്ലൂർ നിവാസികൾ ഒന്നടങ്കം ഞങ്ങളുടെ കൂടെ നിൽക്കണം. നമ്മളുടെ 2020 വിജയിപ്പിക്കുക. അഴിമതി തുടച്ചു നീക്കി നാട്ടിൽ പഞ്ചായത്ത് നയിച്ചിടാൻ അഴിമതി തുടച്ചു നീക്കി നാട്ടിൽ പഞ്ചായത്ത് നയിച്ചിടാൻ സമഗ്ര വികസന മുന്നേറ്റത്തിൻ മാതൃകയാണ് ഈ പ്രസ്ഥാനം. യുവാവ് ഒരു കുടുംബത്തിലുള്ള സ്വന്തം സഹോദരനെ ഉൾപ്പെടെ 5 പേരെ കൊല ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കൊലപാതകങ്ങളുടെ പരമ്പരകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വിദ്യാലയങ്ങളിലെയും ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിദാരുണമായ സംഘടനകളും കൊലപാതകങ്ങളുമെല്ലാം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയുടെ പിൻബലത്തോടു കൂടിയാണ്. ഈ ലഹരി വിരുദ്ധ ജാഥയിൽ 2020 പാർട്ടിയോടൊപ്പം അണിചേരുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഒരു ലഹരി വിമുക്ത കേരളം യാഥാർത്ഥ്യമാക്കുവാൻ 2020യോടൊപ്പം അണിചേരുക. ലഹരി ഉപയോഗം തുടങ്ങിയിട്ട് ഇത് ഇന്നലെയോ തുടങ്ങിയിരിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. ഇത് മനുഷ്യൻ ജീവിക്കാൻ എന്ന് ഭൂമിയിലേക്ക് ജീവൻ തുടങ്ങിയോ ഇനി എന്ത് ജീവിതം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോകുന്നു അതുവരെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്.
ഇവിടെ നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരുപാട് ലഹരി വസ്തുക്കൾ ഇവിടെയുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പച്ച ഇല അല്ലെങ്കിൽ ഒരു ആയുർവേദ പ്രൊഡക്റ്റാണ് കഞ്ചാവ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാന്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമായിരുന്നു. പക്ഷേ ഇവിടെ അത് മാന്യമല്ലാതെ ഉപയോഗിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ അത് വളരെ സുലഭമായിട്ട് കിട്ടുന്നു. ഒരുപാട് വലിയ വലിയ ആളുകളും അതുപോലെ സ്വാമിമാരും അങ്ങനെ വളരെ ഒരുപാട് ഇന്ത്യയുടെ ഒരു വിഭാഗം തന്നെ ഇത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ കഞ്ചാവ് എന്ന് പറയുന്നത്. ഈ കഞ്ചാവിൽ നിന്നാണ് ഒരു 4-5ഓളം വരുന്ന വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കറുപ്പ്, അതുപോലെ തന്നെ ഹെയർ ഓയിൽ, കുറേ പറയാനുണ്ട്. പറയുമ്പോൾ ഇതിൻ്റെ ക്ലാസ് എടുക്കുന്ന പോലെ തോന്നും. അതല്ല, അങ്ങനെ കഞ്ചാവ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ നിന്നിട്ട് പെട്രോൾ, എണ്ണ, ഡീസലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇതിൽ നിന്നും കുറേ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള അടുത്ത സംസ്ഥാനങ്ങളിലേക്കാണ് ഇത് വലിയ പ്രശ്നത്തിലേക്ക് വന്നിരിക്കുന്നത്. കാരണം അത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ ലഹരി തന്നെയാണ്. ഇന്ന് സിനിമാ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരി ഉപയോഗം, ഇപ്പോൾ സിനിമയാണ് നമ്മളെല്ലാവരെയും ഒരു വിഭാഗം. ലോകത്തിലെ പല പല കാര്യങ്ങൾക്കും സിനിമ പ്രചോദനമാകുന്നുണ്ട്. ഏറ്റവും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ട്രാഫിക് എന്നൊരു സിനിമ കൂടെ വന്നു. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ട്രാഫിക് സിനിമ വന്നതിന് ശേഷമാണ് കേരളത്തിൽ ആദ്യമായിട്ട് ആംബുലൻസ് സിസ്റ്റത്തിലൂടെ കന്യാകുമാരിയിൽ നിന്നും കാസർഗോഡ് വരേക്കും കേരളത്തിന്റെ ഏത് ഭാഗത്തേക്കും നിമിഷ നേരങ്ങൾ കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് ഒരു മനുഷ്യ ജീവന്റെ കിഡ്നിയോ ബ്രെയിനോ മറ്റുള്ള എന്തവയവങ്ങളും കൊണ്ടുപോകാമെന്നുള്ള സിസ്റ്റം ഇവിടെ ഉണ്ടായത്. അത് സിനിമയിലൂടെ വന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ്. നേരത്തെ ഇവിടെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് കൂടുതൽ പ്രാബല്യത്തിലേക്ക് വന്നത്? സിനിമയാണ്. അപ്പൊ സിനിമ എന്ന് പറയുന്നതാണ് ഇന്ന് ഇത് ഒരുവിധപ്പെട്ട ആളുകൾക്കെല്ലാം ഇവിടെ പ്രചോദനമാകുന്നുണ്ട്. ഇന്ന് സിനിമ ലൊക്കേഷൻ തൊട്ട് സിനിമയിലുള്ള വലിയ വലിയ ആളുകളൊക്കെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് സാധാരണ സിനിമ കാണുന്ന നമ്മുടെ യൂത്ത്, ചെറുപ്പക്കാര്, വയസ്സായവര്, സ്ത്രീകള്, കുട്ടികള്, അങ്ങനെ എല്ലാവർക്കും പ്രചോദനമായി വന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഈ ലഹരി, രാസലഹരി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തുണ്ടാക്കിയ ഒരു പേരാണ്. അപ്പൊ ഈ രാസലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ തമ്മിൽ ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ സിറ്റികളിൽ മാത്രമായിരുന്നു ഈ രാസലഹരി ഇല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഗ്രാമങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഗ്രാമങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ അതാത് പരിസരവാസികൾ ശ്രമിച്ചാൽ കുറേയൊക്കെ രക്ഷപ്പെടാൻ പറ്റും. ഈ ചേരനെല്ലൂരോ അല്ലെങ്കിൽ വൈപ്പിലോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും എറണാകുളത്ത് എവിടെയൊക്കെ ആണെങ്കിലും അതാത് പരിസരവാസികൾ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിക്കുന്നവനും കുടിക്കുന്നവനൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും.